നീ സമയത്ത് മിണ്ടാതിരുന്നാൽ മണ്ടനാകും. നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ കാര്യം ആര് പറയും? ആളറിയാത്ത വിഷയത്തിൽ എത്ര നാളിങ്ങനെ അപമാനം പേറും. പ്രതികരിക്കണവരാ. ശാന്തനായിരുന്നാൽ എല്ലാം നഷ്ടപ്പെടും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. മിടുക്കനാകണം, മടിയില്ലാതെ ഇറങ്ങണം. ഇടിച്ചു നിൽക്കാതെ ഒന്നും നേടാൻ കഴിയുകയില്ല. വെട്ടിപ്പിടിച്ചാലേ കെട്ടിപ്പിടിക്കാനാവൂ. ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാകാം. പല സന്ദർഭങ്ങളിലും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാകാം, ഇപ്പൊ പ്രതികരിച്ചില്ലെങ്കിൽ കാര്യം കയ്യിൽ നിന്ന് പോകും. ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ എന്റെ സത്യം പുറത്തു വരികയില്ല. എന്നാൽ ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധ വചനം നമ്മോട് സംസാരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നു, ശാന്തശീലർ ഭാഗ്യവാന്മാർ. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. പ്രതികരിക്കാതെ ശാന്തമായി നിന്ന് നിങ്ങൾ മണ്ടന്മാരല്ല. ആളറിയാത്ത വിഷയത്തിൽ അപമാനഭാരം പേറേണ്ടി വന്നിട്ടും എന്റെ ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കും. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇടപെടും. ദൈവം ഇടപെടുന്നത് വരെ ഞാൻ മിണ്ടാതിരിക്കും. ഞാൻ നിന്നത് സത്യത്തിന് വേണ്ടി, ഞാൻ പറഞ്ഞത് സത്യം. ഇതിന്റെ പേരിൽ എന്തനുഭവിക്കേണ്ടി വന്നാലും ഇത് മാറ്റി പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പ്രതികരണ ശേഷിയില്ലാത്തവനെന്ന് പലരും ആക്ഷേപിച്ചിട്ടും ശാന്തനായിരുന്നുവെങ്കിൽ ഈ വചനം കേൾക്കൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ അവകാശമാക്കും. യു ആർ നോട്ട് എ ലൂസർ, ബട്ട് യു ആർ ദ ഇൻഹെറിറ്റർ ആൻഡ് യു ആർ ദ ഹെയർ ഓഫ് ഗോഡ്. യു ആർ ദ ഹെയർ ഓഫ് ഗോഡ്. നിങ്ങൾ യേശുക്രിസ്തുവിൽ അവകാശി, ദൈവത്തിന്റെ കൂട്ടവകാശി, യേശുക്രിസ്തുവിൽ അവകാശി. തുടരട്ടെ നിങ്ങളുടെ ശാന്തത, തുടരട്ടെ നിങ്ങളുടെ സൗമ്യത. സൗമ്യനായി യേശു നിമിത്തം സൗമ്യരാകുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചോ. മതി. യു ആർ നോട്ട് എ ലൂസർ. നിങ്ങൾക്ക് നഷ്ടം വരികയില്ല. ആത്യന്തിക വിജയം താമസിച്ചാലും നിങ്ങളുടേതായിരിക്കും. ശാന്തത തുടരട്ടെ. ശാന്തശീലർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ അവകാശമാക്കും. ബ്ലെസ് യു.